നമസ്കാരം. ഈ പറക്കം തളികകൾ എപ്പോഴും മനുഷ്യൻ്റെ ഒരു ചർച്ചാ വിഷയമാണ്. പറക്കം തളികകൾ എന്നൊന്നുണ്ടോ? ശരിക്കും അത് അന്യഗ്രഹ ജീവികൾ ഭൂമിയെ സന്ദർശിക്കാൻ വരുന്നതാണോ? തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലപ്പോഴായി പലരും ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ശാസ്ത്രലോകം പറയുന്നത് ഇങ്ങനെ ഒന്നില്ല എന്നാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിന് മുകളിൽ കാണപ്പെട്ട ഒരു അജ്ഞാത അല്ലെങ്കിൽ നിഗൂഢ വസ്തുവിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണ്ട് പിരമിഡ് ആകൃതിയിലുള്ള ഈ ഒരു രൂപം ആകാശത്ത് ഉയർന്ന് പറക്കുന്നതായിട്ടാണ് പലരും കണ്ടത്. ഒരാൾ പെട്ടെന്ന് തന്നെ ഇത് ചിത്രീകരിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളത് സൂം ചെയ്താണ് ഇതിൻ്റെ ദൃശ്യം പകർത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നേരിയ തോതിൽ പ്രകാശവും പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. പലരും പറയുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇത് ഇരുണ്ട നിറത്തിലുള്ള ഒരു രൂപമാണ് എന്നാണ്. ചില സമയങ്ങളിൽ ഇതിൻ്റെ നിറം വെങ്കലമായിട്ടാണ് തോന്നുന്നത്. ഏതായാലും ഇന്ന് പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളത് ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മാസം 8-ാം തീയതി രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ഈ ദൃശ്യം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഏതാണ്ട് 2 മിനിറ്റോളം നേരം ഇത് ആകാശത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായി പലരും കണ്ടിരുന്നു. കണ്ട വ്യക്തികൾ പലരും കരുതിയത് ഇത് വിമാനമായിരിക്കുമെന്നാണ്. പിന്നീട് ഇതിൻ്റെ വിചിത്രമായ രൂപം കണ്ട ഈ പറക്കം തളികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു പക്ഷേ പറക്കം തളിക ആയിരിക്കാം എന്നിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ചിത്രമെടുത്ത വ്യക്തി ഈ സംഘടനക്കാർക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവരുടെ സൂക്ഷ്മ വിശകലനത്തിലാണ് ഇത് ഒരു പറക്കം തളികയായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കൻ വ്യോമസേനയാകട്ടെ ഈ വാദം തീർത്തും തള്ളിക്കളയുകയാണ്. ഇങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മറ്റെന്തിൻ്റെങ്കിലും ദൃശ്യങ്ങളായിരിക്കാം ഇത്തരത്തിൽ ഇതിൽ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഈ ടെക്സാസ് നഗരത്തിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ഈ ത്രികോണാകൃതിയിലുള്ള പല രൂപങ്ങളും ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. കുറേ നാൾ മുമ്പ് ഒരാൾ പറഞ്ഞത് അയാൾ ഏതാണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തോളം വലിപ്പമുള്ള പിരമിഡ് ആകൃതിയിലുള്ള അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള ഒരു രൂപ ആകാശത്തോടെ പറന്നു പോകുന്നത് കണ്ടു എന്നാണ്. മറ്റു ചിലരുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തങ്ങൾ കണ്ടതായി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് പകർത്തിയിരുന്നില്ല. നേരത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അന്ന് പല വിദഗ്ധരും പറഞ്ഞത് ഇത് ഒരു പക്ഷേ ഡ്രോണുകളാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അമേരിക്കൻ വ്യോമസേനയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഇന്ന് ചാരപ്പണി നടത്താനായി എത്തിയ ഡ്രോണുകളോ ആണോ ഇത്തരത്തിൽ ആകാശത്ത് കാണപ്പെടുന്നത് എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ അതിന് തന്നെയായിരിക്കാം സാധ്യത കൂടുതലെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ടെക്സാസ് നഗരത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ പറക്കം തളികകളെന്ന് സംശയിക്കപ്പെടുന്ന ഈ നിഗൂഢ വസ്തുക്കൾ കണ്ടെത്തുന്നത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിന് ഏതാണ്ട് 7 മീറ്ററോളം നീളമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈയിടെ കണ്ട ഈ പറക്കം തളിക എന്ന് കരുതപ്പെടുന്ന വസ്തുവിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിന് ശബ്ദമില്ലാതെ ഇതിങ്ങനെ നീങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ശബ്ദവുമില്ല. അപ്പോൾ ഇതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഏതായാലും പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് അത് വിലയിരുത്തി അമേരിക്ക പോലുള്ള ഏറ്റവും സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതുവരെ ഏതായാലും ഈ പറക്കം തളികളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും ഒക്കെ ഉള്ള നമ്മുടെ ഈ ചർച്ചകൾ തുടരുക തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. കാരണം നമുക്ക് അജ്ഞാതമായൊരു ലോകത്തുള്ള നമുക്ക് ഇനി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ പഠനം തന്നെയാണ് ഈ പറക്കം തളികളെക്കുറിച്ച് ഇപ്പോഴും നടക്കുന്നത്. എന്നാൽ പറക്കം തളികൾ എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലുമുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല. അന്യഗ്രഹ ജീവികളിലൂടെ വരികയാണെങ്കിൽ അവർ ഇവിടെ ഇറങ്ങാതെ എന്തിനാണ് ഇതുവഴി പോകുന്നത് എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കാം ഈ പറക്കം തളികളുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാകുന്നതും.